ഹലോ, ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. ഈ 2025 വെറുതെ കാള കളിച്ച് ചുമ്മാ അലമ്പി നടന്ന് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2026 പിടിക്കണം. അതിന് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് വിഷൻ ബോർഡ്. ഇനി എന്താണ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം, നമുക്ക് കുറേ ആഗ്രഹങ്ങൾ കാണുമല്ലോ, കുറേ ഡ്രീമുകൾ കാണുമല്ലോ. ഈ ഓരോരുത്തർക്കും ഓരോ ഡ്രീമാണ്. എന്തേലും ആട്ടെ, അത് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിപ്പം എന്താ പറയുക, ചിലപ്പം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനായിരിക്കും, ഒരു സോളോ ട്രിപ്പ് പോകാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും. അതൊക്കെ എന്താണോ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി വെക്കുക. അതൊക്കെ ഈ 2026 ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് അതിനെല്ലാം ഒരു പിക്ചറാക്കിയിട്ട് അതെല്ലാം നമ്മളൊരു ബോർഡിൽ ഒട്ടിച്ചു വെക്കും. ഇതിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഈ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ചാൽ ഇതെല്ലാം കിട്ടുമെന്നാണ്. അങ്ങനെ കിട്ടത്തില്ല. നമ്മളതിന് വർക്ക് ചെയ്യണം. എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഒട്ടിച്ചു വെച്ച് അത് കണ്ടാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇത് കാണുമ്പം നമുക്കൊരു ഇൻസ്പിറേഷൻ വരും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വാൾപേപ്പർ ഇട്ടാൽ നമ്മൾ വെറുതെ ഇരുന്ന് ഫോൺ ഓൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും എൻ്റെ ഗേൾസ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നൊരു തോട്ട് അറിയാണ്ട് തന്നെ നമുക്ക് വരും. ഇനിയിപ്പോൾ നമ്മൾ റൂമിൽ കയറി വരുന്നു ഈ നമ്മുടെ എന്താ പറയുക വിഷൻ ബോർഡ് കാണുമ്പോഴത്തേനും നമുക്ക് എൻ്റെ ഡ്രീം പിന്നെയും വർക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു ഓർമ്മ വരും. ശരിക്കും ഇത് വർക്കായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇനി വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കും, ഏത് ആപ്പിലാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വേണം, എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ടാറ്റാ.